കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളാപ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം. തലശ്ശേരിയിലും കോഴിക്കോട്ടും അവർണർക്കായി ക്ഷേത്രങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അനാഥരായി അധപതിച്ചു കിടക്കുന്ന കണ്ണൂരിലെ അവർണർക്കും ഒരു ക്ഷേത്രം വേണമെന്ന ആഗ്രഹം ശ്രീ VK കുഞ്ഞിക്കണ്ണന് ഉണ്ടായി. സാത്വിക ആരാധനയ്ക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് സ്വജനങ്ങൾക്ക് നന്മയും ഗുണവുമായിരിക്കുമെന്ന ശ്രീനാരായണ ഗുരുദേവന്റെ അഭിപ്രായം ശ്രീ VK കുഞ്ഞിക്കണ്ണൻ മുറുകെ പിടിച്ചു. 1907 ഫെബ്രുവരി 15 ശ്രീ കുഞ്ഞിക്കണ്ണൻ ക്ഷേത്രകാര്യത്തെപ്പറ്റി പ്രചാരവേല ചെയ്യുന്നതിനായി കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം കണ്ണൂരിലെത്തി നിരവധി പൗരപ്രധാനികളെ കണ്ട് ക്ഷേത്രത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് വലിയ പുരയിൽ കാവിൻ്റെ മുറ്റത്ത് ഒരു യോഗം ചേർന്ന് ചർച്ചകൾ നടന്നു. എല്ലാ പേരും ക്ഷേത്രത്തിനായി സംഭാവനകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. കുന്നത്തൂർക്കാവിൽ നടന്ന രണ്ടാമത്തെ യോഗത്തിൽ ഒരു നിർവാഹക സമിതിയും രൂപം കൊണ്ടു. ശിവഗിരിയിൽ വിശ്രമിച്ചിരുന്ന ഗുരുദേവനെ ചാമക്കാലി കണ്ണൻ എന്നയാൾ സമീപിച്ച് ആവശ്യമറിയിക്കുകയും കണ്ണൂരിലേക്ക് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ഗുരുദേവ ദർശനത്തിനായി വന്നു ചേർന്ന വമ്പിച്ച ജനാവലിയുടെ ഭക്തി ബഹുമാനങ്ങൾ ഗുരുദേവനെ അതീവ സന്തുഷ്ടനാക്കി. കണ്ണൂരിൽ നമുക്കൊരു ക്ഷേത്രം സ്ഥാപിച്ചുകൂടെ എന്ന് ഗുരുദേവൻ അരുളി ചെയ്തു. ഗുരുദേവൻ കണ്ണൂരിൽ നിന്നും തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ചില ഭക്തന്മാർ ചേർന്ന് ഭഗവത് ഭക്തി പ്രദീപയോഗം എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അല്പദിവസങ്ങൾക്കു ശേഷം കോഴിക്കോട് വിശ്രമിച്ചിരുന്ന ഗുരുദേവനെ വീണ്ടും കണ്ണൂരിലേക്ക് ആനയിച്ചു. അപ്പോൾ ഗുരുദേവനൊപ്പം ചൈതന്യസ്വാമികളും ഉണ്ടായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി 2-3 സ്ഥലങ്ങൾ പരിശോധിച്ച ശേഷം തളാപ്പ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. സ്ഥലം കണ്ട മാത്രയിൽ തന്നെ ഇവിടം ഉത്തമ സ്ഥലമാണെന്നും ക്ഷേത്രസ്ഥലം തന്നെയാണെന്നും ഗുരുദേവൻ അരുളി ചെയ്തു. അങ്ങനെ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സ്ഥലം നിശ്ചയിക്കുകയും ചെയ്തു. കൊല്ലവർഷം 1084 മകരം 4 ക്ഷേത്രത്തിന് കുറ്റി തറയ്ക്കുകയും 11 സ്വാമി തൃപാദങ്ങൾ തന്നെ മുഹൂർത്തക്കല്ല് വയ്ക്കുകയും ചെയ്തു. 1910 ജനുവരിയിൽ ഗുരുദേവൻ ഇവിടെ ഷടാധാര പ്രതിഷ്ഠ നടത്തി. അടുത്ത ദിവസം ക്ഷേത്ര നിർമ്മാണത്തിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും ബാക്കി കാര്യങ്ങൾ ചൈതന്യസ്വാമിയെ ഏൽപ്പിച്ച് ഗുരുദേവൻ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു. 1916 ഏപ്രിൽ 11 ചൊവ്വാഴ്ച പൂയം നാളിൽ രാത്രി 3 മണിക്കും 3:20 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ശിഷ്യന്മാരുടെയും അനേകായിരം ഭക്തജനങ്ങളുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഗുരുദേവൻ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ഉപദേവന്മാരായി ശ്രീ ഗണപതി, ശ്രീ സുബ്രഹ്മണ്യൻ എന്നീ വിഗ്രഹങ്ങളും പ്രതിഷ്ഠിതമായി. സുന്ദരമായ സ്ഥലം, സുന്ദരരായ ജനങ്ങൾ, സുന്ദരമായ ക്ഷേത്രഭിത്തികളിലെ കൊത്തുപണികൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ ക്ഷേത്രത്തിന് സുന്ദരേശ്വര ക്ഷേത്രമെന്ന് നാമകരണം നടത്തി. ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മനോഹരമായ ഗുരുദേവ പ്രതിമ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ധ്വജസ്തംഭം, ദീപസ്തംഭം, ഗജമണ്ഡപം, കല്യാണമണ്ഡപം, ബലിക്കൽപുര, വെടിക്കെട്ടുതറ, തിടപ്പള്ളി എന്നിവയും കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തെ പിന്നെയും സുന്ദരമാക്കുന്നു. SN പാർക്കിലെ ഗുരുദേവ പ്രതിമ, വടക്കേ മലബാറിലെ പ്രശസ്തമായ കോളേജായി ഉയർന്ന ശ്രീനാരായണ കോളേജ്, ക്ഷേത്രം വക ഹാൾ, ശ്രീ ചൈതന്യസ്വാമി സമാധി മന്ദിരം, രാമമണ്ഡപം, SN വിദ്യാമന്ദിർ സ്കൂൾ, SN വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ, ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് സെന്റർ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കായി ലോൺ സ്കോളർഷിപ്പ് പദ്ധതി എന്നിങ്ങനെ കണ്ണൂർ ശ്രീ സുന്ദരേശ്വരം ക്ഷേത്രത്തിൻ്റെ പുരോഗമന പാതകളിലെ നാഴികക്കല്ലുകൾ നിരവധിയാണ്. മീനമാസത്തിലെ പൂയം നാളിൽ കൊടിയേറി 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലമാണ് കണ്ണൂർ ശ്രീ സുന്ദരേശ്വരം ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹാകാലം.